ഹലോ, വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും നിഷാസ് വേൾഡ് ചാനലിലേക്ക് സ്വാഗതം. വിഷുവൊക്കെ ആഘോഷിച്ച് ആ ഒരു ഹാങ് ഓവറിലിരിക്കുകയായിരിക്കും അല്ലേ. ഇന്ന് നമുക്ക് ആവോലി കറി വയ്ക്കാം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ആവോലിയാണ് കിട്ടിയിട്ടുള്ളത്. അത് കറി വയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാൻ വയ്ക്കുന്ന രീതി നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം. മാങ്ങാത്തോല് വെച്ചിട്ടാണ് നമ്മൾ ഈ ആവോലിക്കറി തയ്യാറാക്കുന്നത്. അപ്പോൾ ആവോലി തയ്യാറാക്കുന്നതിന് വേണ്ട ആവോലി നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഉപ്പിട്ടൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട നാളികേരം വറുത്തരയ്ക്കാം. അപ്പോൾ നാളികേരം ചിരകിയത്, കറിവേപ്പില, ചെറിയ ഉള്ളി, പെരുംജീരകം ഇതെല്ലാം ചേർന്ന് നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ആ വറുത്ത് അതെല്ലാം അരച്ച് റെഡിയാക്കിയത് നമുക്ക് കറി കൂട്ടി വെച്ചിട്ടുണ്ട്, അതിൽ ചേർത്ത് കൂട്ടാം. ഇനി നമ്മളുടെ നാളികേരം അരയ്ക്കുമ്പോൾ തന്നെ അതിലേക്ക് നമ്മൾ മാങ്ങാത്തോല് കുതിരാൻ വെച്ചിരുന്നല്ലോ, വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതും കൂടി ഇട്ടിട്ടാണ് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് സാധാ ചെയ്യുന്നത് പോലെ തന്നെ മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്തു. ആവശ്യത്തിന് പുളിക്ക് പകരം പിന്നെ മാങ്ങാത്തോല് ചേർത്തതും ഉണ്ടല്ലോ. ഇതെല്ലാം അരച്ചത് ചേർത്തൊന്ന് തിളച്ച് വരട്ടെ. നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ആവോലി കഷ്ണങ്ങളാക്കി വെച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, നല്ല മണക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കേരളീയർക്ക് മീൻ കറി ഇല്ലാതെയൊന്നും പറ്റില്ല. ഞങ്ങളിവിടെ വിഷു ഓണത്തിനൊക്കെ മത്സ്യം വാങ്ങും. ഈ ഭാഗത്ത് അന്നത്തെ ദിവസം നല്ലൊരു മത്സ്യം വാങ്ങിയൊക്കെയാണ് കറി വയ്ക്കുക. അപ്പോൾ നമ്മൾ ആവോലി കഷ്ണങ്ങൾ ഓരോന്നും തിളച്ച് കുറച്ച് നേരമായിട്ടോ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആവോലിയുടെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് കുറുകി വരട്ടെ, ഒന്ന് വെന്ത് വരണം. നമ്മുടെ ആവോലി കഷ്ണങ്ങളെല്ലാം ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് നമ്മളുടെ ആവോലിക്കറി താളിക്കാനുള്ള തയ്യാറെടുപ്പ് നോക്കാം. അങ്ങനെ നമ്മുടെ ആവോലിക്കറി റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി.